മൃതദേഹങ്ങൾ ഒഴുകി വരുന്നത് മുതൽ 5 മാറും മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കാഴ്ചകൾ വരെയാണ് മുണ്ടക്കയിൽ ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ. രക്ഷാപ്രവർത്തകർക്കായി കൈനീട്ടുകയാണ് മുണ്ടക്കൈ. ഇവിടത്തെ വീടുകൾക്കിടയിൽ ഇനിയും മനുഷ്യരുണ്ട്. രക്ഷാകരം കാത്തുകിടക്കുന്ന ആളുകളിലേക്ക് അതിവേഗം എത്താനുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത്. 4 സംഘങ്ങളായി 150 രക്ഷാപ്രവർത്തകരാണ് ഇന്നു രാവിലെ മുണ്ടക്കൈയിലെത്തിയത്. എന്നാൽ JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കാൻ സാധിക്കാത്തതിനാൽ വിശദമായ പരിശോധന സാധ്യമല്ല. ഡോഗ് സ്ക്വാഡിനെ അടക്കം പ്രയോജനപ്പെടുത്തി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ തിരയുകയാണ് സംഘം ചെയ്യുന്നത്. താൽക്കാലിക പാലം നിർമ്മിച്ച ശേഷം രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ അടുത്ത ബന്ധുക്കളും കുടുംബക്കാരുമായ 40ഓളം പേർ മരണപ്പെട്ട ഞെട്ടലിലാണ് നാസർ. അനുജനും സഹോദരന്മാരും അവരുടെ മക്കളും ഉൾപ്പെടെ 17 പേരെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇദ്ദേഹത്തിന് നഷ്ടമായത്. ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേട്ട് രാത്രി ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം എഴുന്നേറ്റോടിയതുകൊണ്ട് മാത്രമാണ് നാസർ രക്ഷപ്പെട്ടത്. നാസറിന്റെ വീടും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് നാസറും കുടുംബവും. നാസറിന്റെ വാക്കുകൾ ഇങ്ങനെ: ഉരുൾപൊട്ടി വന്നതിന് ഏറ്റവും അടുത്തുള്ള പ്രദേശത്തായിരുന്നു താമസിച്ചിരുന്നത്. 15 വർഷമായി മുണ്ടക്കയിലാണ് താമസിക്കുന്നത്. ചൂരൽമല ഭാഗത്ത് താമസിക്കുന്ന ബന്ധുക്കളാരും ഇന്ന് ജീവനോടെയില്ല. അനിയനും സഹോദരിമാരും അവരുടെ മക്കളും ഉൾപ്പെടെ 17ഓളം പേരാണ് മരണപ്പെട്ടത്. ഇതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കിട്ടി. 2 പേരെ ചാലിയാറിൽ നിന്നാണ് കിട്ടിയത്. ഭാര്യ കുടുംബത്തിലെ 7 പേരാണ് മരണപ്പെട്ടത്. മാതാവിന്റെ കുടുംബത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരുൾപ്പെടെ 40ഓളം പേർ മരണപ്പെട്ടിട്ടുണ്ട്. ആകെ 5 മൃതദേഹങ്ങൾ മാത്രമാണ് കിട്ടിയത്. മരണപ്പെട്ടവരിലേറെയും ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. ഉരുൾപൊട്ടലുണ്ടായ ദിവസം രാത്രി 1:30ഓടെ എഴുന്നേറ്റിരുന്നു. വീടിനുള്ളിൽ വെള്ളം വന്നതുകൊണ്ടാണ് എഴുന്നേറ്റിരുന്നത്. വലിയ ശബ്ദം കേട്ടയുടനെ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. റിസോർട്ടിലേക്കാണ് ഓടിപ്പോയത്. വീട് ഭാഗികമായി തകർന്നു. ഭാര്യയുടെ വീടും അയൽപ്പക്കത്തെ വീടുകളും മുണ്ടക്കൈ ടൗണും മുഴുവനായി പോയി. അവിടെ ഇനി തിരിച്ചറിയാനായി ഒന്നും ബാക്കിയില്ല. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിന്റെ വേദനയും ഞെട്ടലും മാറാതെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ക്യാമ്പുകളിൽ കഴിയുകയാണ് രക്ഷപ്പെട്ടവർ. വേദന തിന്ന ഒരു പകലും രാത്രിയും കടന്നുപോയി. ഒരായുസിലെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട അവർക്ക് മുന്നിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമാകുന്നു. ഇന്നലെ പുഴയിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ അധികം ഒഴുക്കില്ലാത്ത ഭാഗങ്ങളിൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്നത് മുതൽ 5 മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കാഴ്ചകൾ വരെയാണ് മുണ്ടക്കയിൽ ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ. നിരവധി ആളുകളാണ് ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇരുട്ടായാൽ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇനി എത്ര ദിവസം എടുത്താണ് ഇവരെല്ലാം പുറത്തെത്തിക്കുക എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.